പി.വി. അൻവറിന്റെ ദീർഘമായ വാർത്താ സമ്മേളനം പിണറായി സത്തിനെതിരെ തുടങ്ങി, പിന്നെ അങ്ങോട്ട് പറഞ്ഞത് മുഴുവൻ യു.ഡി.എഫിനെതിരെയാണ്, യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്കെതിരെയാണ്, വി.ഡി. സതീശനെതിരെയാണ്. ഏറ്റവും ഒടുവിൽ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനവും പറയുകയാണ്. ഒരു തരത്തിലും യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്നാണ് അൻവർ പറയുന്നത്. ഒന്നുകിൽ താൻ അല്ലെങ്കിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. അൻവറിന്റെ പോര് യഥാർത്ഥത്തിൽ ആരോടാണ്? അൻവർ എന്താണ് മനസ്സിൽ കാണുന്നത്? ഈ അൻവറിന്റെ ആരോപണങ്ങൾ എത്രത്തോളം നിലമ്പൂരിൽ പ്രതിഫലിക്കും ഋഷിപാൽ? സ്മൃതി, പി.വി. അൻവർ നേരത്തെ തന്നെ മത്സരിക്കാൻ കോപ്പുകൂട്ടിയിരുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ആ സാഹചര്യത്തിലാണ് വൈകിയാണെങ്കിലും ഇന്നലെ ഇനി ചർച്ച വേണ്ടെന്ന തീരുമാനമെടുത്തത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. നേരത്തെ ചിഹ്നം ഉൾപ്പെടെ ദില്ലിയിൽ നിന്നും ശേഖരിച്ച വിവരം കോൺഗ്രസ് ക്യാമ്പിൽ ലഭിച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും ഒരു അനുനയ നീക്കം നടത്താം, അങ്ങനെ ഒരു ശ്രമം നടത്തിയെന്ന് മാത്രം. ഒടുവിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് അൻവറുമായുള്ള ചർച്ച പൂർണ്ണമായും അവസാനിപ്പിച്ചത്. ഒടുവിൽ അൻവർ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് കണക്കുകൂട്ടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രവർത്തനം സജീവമാക്കിയതെന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അൻവർ ഇല്ലാതെ തന്നെ നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് യു.ഡി.എഫ് നേതൃത്വത്തിന്. ഏതായാലും പി.വി. അൻവർ എൽ.ഡി.എഫ് സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയാകും പ്രചാരണം നടത്തുക. സമാനമായ വിഷയം തന്നെയാകും യു.ഡി.എഫും പ്രചാരണം നടത്തുക. അങ്ങനെയെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം അത് വിഘടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. ആ ഒരു ആശങ്ക യു.ഡി.എഫ് നേതൃത്വത്തിന് തുടക്കം മുതൽ തന്നെയുണ്ട്. പക്ഷെ എന്നാൽ പോലും പി.വി. അൻവറിന് ലഭിക്കുന്ന വോട്ടുകൾ അത് എൽ.ഡി.എഫിലുള്ള വോട്ടുകളായിരിക്കുമെന്ന കണക്കുകൂട്ടലാണ് യു.ഡി.എഫ് നേതൃത്വത്തിന്. ഒരു തരത്തിലും ആര്യാടൻ ഷൌക്കത്തിന് ലഭിക്കാത്ത വോട്ടുകൾ പി.വി. അൻവർ സമാഹരിക്കുമായിരിക്കാം. ഒരുപക്ഷെ യു.ഡി.എഫിന് വിരുദ്ധമായിരിക്കുന്ന വോട്ടുകൾ അതുകൂടി പി.വി. അൻവർ സമാഹരിക്കുമ്പോൾ വിജയം എളുപ്പമാകുമെന്ന കണക്കുകൂട്ടൽ കൂടി യു.ഡി.എഫിനുണ്ട്. കാരണം ആ വോട്ടുകൾ ഒരുപക്ഷെ എൽ.ഡി.എഫിനാണ് ലഭിക്കുന്നതെങ്കിൽ എൽ.ഡി.എഫിന് സാധ്യത അത് യു.ഡി.എഫിന് വെല്ലുവിളിയാകും. പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു കണക്കിന് യു.ഡി.എഫിന് സഹായകരമാകുന്ന വിലയിരുത്തലാണ് യു.ഡി.എഫ് നേതാക്കൾക്കുള്ളത്. പക്ഷേ ഒരു ഭാഗത്ത് ആശങ്ക ഇല്ലാതല്ല. കാരണം മത്സരം കൂടുതൽ കടുപ്പമാകും. കാരണം പ്രചാരണ രംഗത്ത് വാശിയേറിയ പ്രചാരണമാകും. യു.ഡി.എഫ് നേതൃത്വത്തിനെതിരെ ആരോപണങ്ങളുണ്ടാകും. ആരോപണത്തിനു കൂടി യു.ഡി.എഫ് നേതൃത്വം മറുപടി നൽകേണ്ടി വരും. പ്രത്യേകിച്ച് യു.ഡി.എഫ് ചെയർമാൻ കൂടിയായ വി.ഡി. സതീശനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതോടുകൂടി യു.ഡി.എഫ് ഒറ്റക്കെട്ടായി പ്രചാരണത്തിനിറങ്ങും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയുള്ള രീതിയായിരിക്കില്ല. ജാഗ്രതയോടെ യു.ഡി.എഫ് പ്രചാരണത്തിനിറങ്ങും. കാരണം ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ സെമി ഫൈനലായി തന്നെയാണ് യു.ഡി.എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാണ്. ഭരണം പിടിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയമാണ് വേണ്ടതെന്ന് യു.ഡി.എഫ് കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഐക്യത്തോടെയുള്ള ഒരു പോരാട്ടത്തിന് കളമൊരുക്കിയിരിക്കുന്നു പി.വി. അൻവർ എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും രണ്ട് മുന്നണികൾക്കും ഒരുപോലെ പി.വി. അൻവർ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് യു.ഡി.എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തലാണ്. എൽ.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്ത് എൽ.ഡി.എഫിന് കൂടി വോട്ട് അല്ലെങ്കിൽ CPM-ലെ ഏതെങ്കിലും തരത്തിൽ പിണറായി വിരുദ്ധരായിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ചിന്തിക്കുന്ന വോട്ടുകൾ കൂടി സമാഹരിക്കാനുള്ള ശേഷി പി.വി. അൻവറിനുണ്ട്. അത് യു.ഡി.എഫിന് ആശ്വാസമാണെങ്കിലും അത് എൽ.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്. എൽ.ഡി.എഫ് കണക്കുകൂട്ടുന്നത് യു.ഡി.എഫിന്റെ വോട്ടുകളായിരിക്കും ചോർത്തിയെടുക്കുക, അല്ലെങ്കിൽ എൽ.ഡി.എഫ് വിരുദ്ധ വോട്ടുകൾ മാത്രമായിരിക്കും ചോർത്തിയെടുക്കുക. അങ്ങനെ ആയിരിക്കില്ല. കാരണം കഴിഞ്ഞ 9 വർഷക്കാലം എൽ.ഡി.എഫ് ക്യാമ്പിലാണ് പി.വി. അൻവർ. എൽ.ഡി.എഫ് പ്രവർത്തകരുമായി വലിയ ആത്മബന്ധം പി.വി. അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മബന്ധം ഉപയോഗിച്ച് എൽ.ഡി.എഫിലെ വോട്ടുകൾ കൂടി ചോർത്തിയെടുക്കാനുള്ള ആ ശേഷി പി.വി. അൻവറിനുണ്ട്. അത് കടന്നുപോയില്ലേ റോഷിപാൽ? ഇപ്പോൾ സ്വരാജുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തു പറയുകയാണ്. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ ഇടത് സർക്കാർ എടുത്ത നിലപാട്, അന്ന് സ്വരാജ് നടത്തിയ പ്രസംഗങ്ങൾ, അപ്പോൾ ഹൈന്ദവ സമൂഹത്തിനെതിരാണ് സ്വരാജ് എന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ BJP ഉപയോഗിക്കേണ്ട ആയുധമെടുത്ത് അൻവർ ഉപയോഗിക്കുകയാണ്. സ്മൃതി, യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും സ്ഥാനാർത്ഥികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു തന്നെയാണ് പി.വി. അൻവർ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. അതിൽ എം സ്വരാജിനെതിരെ അന്ന് ശബരിമലയിലെ സ്ത്രീപ്രവേശവുമായി ബന്ധപ്പെട്ട് അന്ന് ആ കാലത്തുള്ള ആ പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. ആ പ്രസംഗം ഓർമ്മിപ്പിക്കുകയാണ് പി.വി. അൻവർ. അത് സ്വാഭാവികമായും BJP സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ BJP ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ആയുധമാണ്. ആയുധം വളരെ നേരത്തെ തന്നെ അത് പി.വി. അൻവർ ഉപയോഗിച്ചു കഴിഞ്ഞു. ആ തരത്തിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെങ്കിൽ ആ വോട്ട് കൂടി സമാഹരിക്കാനുള്ള ലക്ഷ്യമിട്ടായിരിക്കാം അത് ഉപയോഗിച്ചത്.